ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള സുവിശേഷ ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. രണ്ടുപേര് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന സുവിശേഷ ഭാഗത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നു. യഹൂദ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ദിവസത്തിൽ 3 തവണ പ്രാർത്ഥിച്ചിരുന്നു. രാവിലെ 9 മണിക്കും, മധ്യാഹ്നത്തിൽ 12 മണിക്കും, ഉച്ചതിരിഞ്ഞ് 3 മണിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ഫരിസേയൻ തൻ്റെ പ്രവർത്തികളിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ, നിയമങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യനാണെന്നും തൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ചുങ്കക്കാരനേക്കാൾ ഉപരി നീതീകരിക്കപ്പെട്ടവനാണെന്നും തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഇനിയും ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും ആവശ്യമില്ല എന്ന മനോഭാവത്തോടെ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈശോ കാണുന്നത് ചുങ്കക്കാരൻ്റെ ഹൃദയമാണ്. താൻ പാപിയാണെന്നും തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണെന്നും ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ തന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന മനോഭാവത്തോടെ, എളിമ നിറഞ്ഞ ഹൃദയത്തോടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നു. ഈ നോൻപ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈശോനാഥൻ നമ്മളെ ക്ഷണിക്കുന്നത് ചുങ്കക്കാരൻ്റെ ഹൃദയവും മനോഭാവവും സ്വന്തമാക്കുവാനാണ്. എളിമയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും തെറ്റുകളും ദൈവം ക്ഷമിക്കും. നമ്മളും ദൈവത്തിൻ്റെ മുൻപിൽ യോഗ്യരായി മാറും. എന്നാൽ ബലഹീനരായ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മനോഭാവം ഫരിസേയൻ്റെ മനോഭാവമാണ്. നാം എല്ലാം തികഞ്ഞവരാണെന്നും ദൈവത്തിൻ്റെ മുൻപിൽ യോഗ്യരാണെന്നും നമ്മുടെ അയൽക്കാരനേക്കാൾ നീതീകരിക്കപ്പെട്ടവനാണെന്ന് നാം ചിന്തിക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മപ്പെടാം. നമ്മുടെ കുറവുകൾ അറിയുന്ന, നമ്മുടെ ബലഹീനതകൾ അറിയുന്ന, നമ്മുടെ പാപാവസ്ഥ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ദൈവം ക്ഷമിക്കും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ നാം ജീവിക്കുമ്പോൾ, എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. നമ്മുടെ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കുടികൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങ് എന്നെ എളിമയുടെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.